അസ്സലാമു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ ഇൻ ലൈഫും കാര്യങ്ങളൊന്നുമല്ല. കാരണം എപ്പോഴും ഡേ ഇൻ ലൈഫ് ഇട്ടാൽ എനിക്കും പറ്റൂല, നിങ്ങൾക്കും ഇഷ്ടാവില്ല. അപ്പം ഇഷ്ടാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എത്ര ആൾക്കാരൊന്നും കാണാറില്ല വീഡിയോ, കാണുന്നവരോട് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു ഹെൽത്തി സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പഴം, ഈ വലിയ പഴം വെച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മളിവിടെ നിങ്ങൾക്ക് തമിഴിൽ കാണിച്ചിട്ട് എന്താ സംഭവം എന്ന്, നമ്മളിവിടെ കായ് വാട്ടിയെന്ന് പറയും, എല്ലായിടത്തും എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ഇതിന്. അപ്പോൾ നമുക്ക് ഏതായാലും ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റുമാണ്, ഈസിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പം കറി വെക്കാനും പത്തിരിടാനൊക്കെ ടൈമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ വിശപ്പ് അടങ്ങും. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇനി നമുക്ക് പഴം കട്ട് ചെയ്യണം, റൗണ്ടായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. എനിക്കും ഷെൻജോക്കും വേണ്ടിയിട്ടാണ് കേട്ടോ 3 എടുത്തത്. കാരണം വെച്ചാൽ നമ്മളിത് വാട്ടി കഴിയുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കുറയും, അതുകൊണ്ടാണ് 3 പഴം എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ചൂലേക്ക് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മിൽമ ഗീ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ഓയിലും ഉപയോഗിക്കാം, സൺഫ്ലവർ ആയാലും കോക്കനട്ട് ഓയിൽ ആയാലും ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവൽ ഈ ഒരു ഗീ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചേർത്തിട്ടാണ് എപ്പോഴും കായ്വാട്ടി ഉണ്ടാക്കൽ.
പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഷുഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. പിന്നെ ഷുഗർ കഴിക്കാതൊക്കെ ഇങ്ങനെ ടീയൊക്കെ കുടിക്കുന്ന ആളുണ്ടാവില്ല ചായ, അപ്പം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി പഴുത്ത പഴം എടുക്കാം. അപ്പം ആ പഴത്തിന് മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും. കുറച്ചും കൂടി പഴുത്തൊരു പഴം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പഞ്ചസാര ഇല്ലാണ്ട് പോകില്ല, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ഓക്കെ, കുറച്ചിങ്ങനെ ഉടച്ച രീതിയിലാണ് കഴിക്കാട്ടെ. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കഴിക്കാൻ വേണ്ടി വെക്കൊന്നുമില്ല. തൽക്കാലത്തേക്ക് ഞാനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അങ്ങനെ ഉടക്കുന്നില്ല. കാരണം കാണാനും കൂടി കുറച്ച് വൃത്തി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഷൻജുവിന് അങ്ങനെയാണെങ്കിൽ ഉടച്ചിട്ടുള്ളൊരു ഇതാണ് ഇഷ്ടം കേട്ടോ. എനക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഉടച്ചമർത്തുന്നൊന്നുമില്ല പഴം. ഓക്കെ, പിന്നെ ഡേ ഇൻ ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷെ എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ പറയുന്ന ഈ സമയം വരെ ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്താണ് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഡേ ഇൻ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിങ്ങനെ കുറച്ചൊരു മൊരിഞ്ഞിട്ട് കിട്ടും. ഓവർ പൊരിയണ്ട, അത്യാവശ്യം ഒന്ന് ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവണം. നല്ലോണമല്ല, നല്ലോണം കുറവ്, നല്ലോണം കത്തിക്കാനും പാടില്ല. ഓക്കെ, സംഭവം ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ എത്ര പേര് ഇത് ഉണ്ടാക്കലുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളെ നാട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ, പക്ഷെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടത്. ഷൻജുക്ക് ഇത് ചില സമയത്തൊന്നും ഇത് ഇഷ്ടമല്ല, പക്ഷെ ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ വൈകുന്നേരമൊക്കെ എപ്പോഴും ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ എന്താണ് ഇടയ്ക്ക് കുട്ടികൾക്ക് ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും ബിസ്ക്കറ്റും ചായ മാത്രം കൊടുക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഈ കായ് വാട്ടുമ്പോഴത്തെ സ്മെല്ലും അതുപോലെ തന്നെ ഭയങ്കര നല്ല ഒരു ഇങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത് ഗീൻ്റെയും ഈ പഴത്തിൻ്റെ പഞ്ചസാരത്തിൻ്റെ ഒന്നിച്ചിട്ടുള്ളൊരു മണവും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നൊരു മണമാണ് കേട്ടോ. ഇത്ര മതി. അപ്പം ഞാനിത് അതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. നമുക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്നതും കാണിക്കുന്നതും ജസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചത് മാത്രം. ഓക്കെ, അപ്പം നമുക്കിനി പെട്ടെന്ന് കഴിക്കാം. ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. കാരണം അത്ര ഈസിയാണ്. രാവിലെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റമല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ബൈ.